അങ്ങനെ ഒരു നീണ്ട 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 ഇടവേളയ്ക്ക് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ്. 3 പേരുള്ളതുകൊണ്ട് ഹിറ്റ് 3 കണ്ടല്ലോ. അതെ അതെ, നമ്മുടെ നാനയുടെ ഹിറ്റ് 3യുടെ ഒരു ടീസർ വന്നിട്ടുണ്ട്. സർക്കാർ സ്നാപ്പി. അപ്പോൾ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഈ റിയാക്ഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഇട്ടിട്ട് കുറച്ചായില്ലേ. ലാസ്റ്റ് നമ്മൾ രണ്ടുകൂടെ റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ. ഇവനില്ലായിരുന്നു. സോ നീ ഇല്ലായിരുന്നല്ലോ ലാസ്റ്റ്. ഞങ്ങൾ രണ്ടുകൂടെ കുറച്ച് വീഡിയോ ചെയ്തായിരുന്നല്ലോ ഇടയ്ക്ക്. അത് ലാസ്റ്റ് ജയിലർ 2-ന്റെ ഒക്കെ അനൗൺസ്മെന്റ് പരിപാടിയൊക്കെ അങ്ങനെ കുറച്ച് ആദ്യം വന്നായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ റിയാക്ഷൻ ചെയ്തില്ല. കാര്യം ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് റിയാക്ഷൻ ചെയ്താൽ റിയാക്ഷൻ വരുന്നില്ല, അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് ഒറ്റയ്ക്ക് കുറച്ച് റിവ്യൂ വീഡിയോസ് ഇട്ടിരുന്നു. അതൊന്നും കാണാനുള്ള ത്രാണി എനിക്കില്ലായിരുന്നു. അവർക്കും 3 പേര് അത് തന്നെ ആർക്കും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ഭയങ്കരമായിട്ട് ഡൗൺലോഡ് കിടക്കുകയാണ് ഇപ്പോൾ, പരിപാടിയൊന്നും ഇല്ലാതെ. സോ 3 പേരാണ് കിട്ടിയാൽ ഇതിൻ്റെ ഒരു വൈബുള്ളൂ പരിപാടിക്ക്. ഇല്ലെങ്കിൽ ഭയങ്കര ബോറിങ്ങാണ് ഒറ്റയ്ക്ക് ഇരുന്ന് എങ്ങനെ ഈ ക്യാമറ മുമ്പ് പറഞ്ഞു. അത് പറയുന്നവരെ ശരിക്കും സമ്മതിക്കണം കേട്ടോ, ഒറ്റയ്ക്ക് സംസാരിക്കുന്നവരൊക്കെ. അവർക്ക് ശീലമായിപ്പോയി. അത് ശീലമായിപ്പോയി. പക്ഷെ എനിക്കത് പറ്റത്തില്ല, ഭയങ്കര പാടാണ്. നമുക്ക് ആൾ വേണം ഇങ്ങനെ അങ്ങോട്ട് ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയില്ല ഇത് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ഹിറ്റ് 3യുടെ ടീസർ ഒന്ന് കണ്ടു നോക്കാം. വാൾ പോസ്റ്റർ ഒട്ടിച്ചാണ്. കാശ്മീരാണല്ലേ ഇതിൻ്റെ ഫസ്റ്റ് ഒരു ഇത് വന്നിട്ടില്ല, നോർമല്ലേ. എന്തായാലും പൊട്ടിത്തെറിക്കാൻ പോലെ సీరియల్ కిల్లర్. ఈ కేసు ఆడికి ఇవ్వడంలో ప్రాబ్లం ఏం లేదు కానీ వీడి లాఠీకి దొరికిన పరిస్థితి ఆలోచిస్తేనే భయం వేస్తుంది. സർക്കാർ കലിപ്പനല്ലേ, വയലന്റ് പോപ്പാണ്. ആൾക്കാരെ നിഷ്കരണം തല്ലിച്ചതയ്ക്കുന്ന ഒരു പോലീസ് തന്നെ. അപ്പോൾ అందరూ ఒకే మెథడ్లో మర్డర్స్ చేస్తున్నారంటే ఏదో మోటివ్ ఉంది. చెవింది തനുജോൺ പറഞ്ഞു ക്യാമറ. అదే అనుకుని మోసపోయింది జనం. మీకు చూపిస్తా ఒరిజినల్. ശൈലേഷ് കൊല്ലണു. വയലൻസ് അതുകൊള്ള സാധനം കൊള്ളാം. VFX ബിൽഡാണ് കൊള്ളാം. രണ്ടായിട്ട് വേണം. അല്ല ആ സാധനം ടൈപ്പ് സാധനമാണല്ലേ അത്, മറ്റേ വയലന്റ് കോപ്പ്. ആക്ച്വലി വയലൻസ് ഇപ്പോൾ കമ്മി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞ പോലത്തെ ഒരു ഫീലാണ്. അല്ല ഞാൻ പറഞ്ഞ ഈ വയലൻസിൻ്റെ സ്റ്റൈലിംഗ് ഇല്ലേ, മറ്റേ കലിപ്പൻ കോപ്പ് എന്ന് വലിയ നമ്മൾ കണ്ടിട്ടുണ്ട്. കലിപ്പൻ കോപ്പ് അങ്ങനെയാണ് കലിപ്പൻ കോപ്പൻ കണ്ടിട്ടുണ്ടോ? കലിപ്പൻ അവർ വയലൻസ് ചെയ്യുന്നുണ്ട്. അതിനെ കുറച്ചുകൂടെ സ്റ്റൈലൈസ് ചെയ്ത് ഇപ്പോഴത്തെ ലൈൻ ഇതാണല്ലോ, ഈ ചോര തെറിക്കുന്ന കാണിക്കുക, തലയൊട്ടി പുളക്കുന്ന കാണിക്കുക, അതെ അതെ അകത്തിരിക്കുന്ന ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ഒരു വല്ലാത്തൊരു. പക്ഷെ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടം വയലൻസ്. അത് സിനിമയിലെ വയലൻസ് ഓക്കെയാണ്. റിയലിലെ വയലൻസ് നമുക്ക് പറ്റില്ല, നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. സിനിമയിലെ വയലൻസ് ഓക്കെയാണ്, കാരണം അത് സിനിമയല്ലേടാ എന്നുള്ള സെറ്റപ്പ് അല്ല. അതെ എടാ അത് VFX ചോരയിലടാ എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. അതുകൊണ്ട് അപ്പോൾ ഇത് കൊള്ളാം. മെയ് 1-ാം തീയതിയാണ് പടത്തിൻ്റെ പരിപാടി. ഇതിനു മുമ്പ് ഈ പടത്തിന് 2 ടീസർ എന്തോ റിലീസ് ആയിരുന്നു. ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടൈറ്റിൽ നമ്മുടെ ഓർമ്മയുണ്ടോ? നമ്മുടെ ടൈറ്റിൽ ടീസർ കണ്ട ഓർമ്മയുണ്ടോ? കാശ്മീരിലൂടെ പോകുന്നു, മറ്റേ സ്റ്റാർ ഒക്കെ തൂക്കിയിട്ട് വണ്ടിയിൽ, നാച്ചുറൽ സ്റ്റാർ എന്ന് പറയുമ്പോൾ അതിങ്ങനെ ആടുന്നു. അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഇടയ്ക്ക് വേറെ എപ്പോഴും ഒരു ചെറിയ വീഡിയോ ഇവിടെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിന് മുമ്പായിരുന്നു. ഇത് ഞാനയുടെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? ഇത് ഞാനയുടെ ബർത്ത്ഡേ എന്തോ സംഭവം, അതിനോടൊന്നും അനുബന്ധിച്ച് ഇറക്കിയിരിക്കുന്നത്. വേറെ എന്തോ 1-2 പടത്തിന്റെ അനൗൺസ്മെന്റ് കൂടെ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഉടനെ. പിന്നെ ഞാൻ ഇങ്ങനത്തെ റോൾ ചെയ്യുന്ന വളരെ റയറല്ല. ഇതിന് മുമ്പ് ചെയ്തേക്കുന്ന V എന്ന് പറഞ്ഞ പടമായിരുന്നു, മറ്റേ ഒരു കരിപ്പായിട്ട്. ബാക്കിയെല്ലാം അത് മിക്സ്ഡ് ആയിട്ട്, ബാക്കിയെല്ലാം കുറെ കൂടി എന്താ പറയാ. പിന്നെ കലിപ്പർ റോൾ ചെയ്ത ലാസ്റ്റ് പടം സരിബോധ സരിവാരം. ദസറ കലിപ്പാണല്ലോ അത്രയും വലിയ. അത് കുറച്ച് ഡാർക്ക് പടം. ഇത് മറ്റേ ക്യാരക്ടർ ഫുൾ മറ്റേ ഡാർക്ക് പടം നമുക്ക് തോന്നുന്ന ഡാർക്ക് അല്ല. അതായത് പുഷ്പയുടെ ഒരു
ആ ഒരു സ്റ്റൈലുണ്ടല്ലോ അന്ന് ആ സമയത്ത് കുറച്ച് പടം വന്നില്ല. അതായത് കുറച്ച് ഭയങ്കര ലോക്കലായിട്ടുള്ള ഒരു നായകൻ അണ്ടർ ഡോഗ് സ്റ്റോറിയുടെ ആ സ്ഥിരം പാറ്റേൺ ഉണ്ട് അവർ. പക്ഷെ അത് ഒട്ടും വർക്കായില്ല ആ പടം. ദസറ ഭയങ്കര ഇല്ല അവിടെ കൂടിയത്. അതിപ്പോൾ അവിടുത്തെ ആൾക്കാരെ അറിയാമല്ലോ. ഇവിടെ അത് ഭയങ്കര ശോകം പടമാണ്. നമുക്ക് പോയി കണ്ടിട്ട് അത് എന്ത് പടമാണെന്ന് തോന്നിപ്പോയി. പക്ഷെ സരിപ്പോത്തം സരിമാരം എനിക്ക് ഇഷ്ടപ്പെട്ട പടം, രസമുള്ള പടമാണ്. പക്ഷെ കുറച്ച് അധികം വലുപ്പമായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. ലെങ്ത് 3 മണിക്കൂറിനടുത്തുണ്ട് പടം. അത് കുറച്ചിരുന്ന രസമായിരുന്നു. അപ്പോൾ ആ പടം കണ്ടുകൊണ്ടിരിക്കാൻ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതിനകത്ത്. ഈ ഒരൊറ്റ വീഡിയോയിൽ നിന്ന് നാനിയുടെ ഫിലിമോഗ്രഫിയുടെ മൊത്തം റിവ്യൂ കിട്ടിയ അത് എന്ത് ചെയ്യാൻ. അല്ല അപ്പോൾ എന്നാ പറയാനാ നമ്മളിതിപ്പോൾ ഇതിനകത്ത് അല്ലേ? ഇതിനകത്ത് എന്തോ അധികം പറയാനുള്ളത്. ഞാൻ വരുന്നു, ആൾക്കാരെ വെട്ടുന്നു, ചോര തെറിക്കുന്നു, ഇത് തന്നെ. അതായത് ഇൻവെസ്റ്റിഗേഷൻ വരുന്ന പോലീസുകാരൻ ഇവിടെ ക്രൈം നടക്കുന്നുണ്ടോ ഒരൊറ്റ സൊല്യൂഷൻ ചേട്ടാ. ഈ ആക്ച്വലി ഹിറ്റിന്റെ ഫസ്റ്റ് സെക്കൻഡ് പാർട്ടിനകത്ത് ഇങ്ങനല്ല, ഇതുപോലല്ല. ഇത്രയും ഒരു ക്യാരക്ടർ ഇത്രയും ഒരു എന്താ പറയാ ഹീറോയിക് ലൈനിലല്ല ഇതിന് മുമ്പ്. 2 പടങ്ങളിലോ ഹീറോസ് എപ്പോഴും കുറച്ചുകൂടെ എന്താ പറയാ ഒരു പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ പടം പോലെ. ഇപ്പൊ ഇവിടെ എന്ന് പറയുമ്പോൾ ഈ നായകൻ കുറച്ച് മാസമായിട്ട് നായകനെ ഇതാക്കുക, കാണിക്കുക, അതിന്റെ കൂട്ടത്തിൽ ഈ ഇൻവെസ്റ്റിഗേഷൻ പടം പറയുക എന്നുള്ളത്. ചിലപ്പോൾ ഇത് നാനിയുടെ ബർത്ത്ഡേ കട്ടായിരിക്കും നാനിയെ കൂടുതൽ ഫോക്കസ് ചെയ്ത്. ഇനിയിപ്പം ഒരു ട്രെയിലർ കൂടെ ഇറക്കുമ്പോൾ അത് ട്രെയിലർ ഉറപ്പാണ് ഉണ്ടാവും. ഈ സൈലേഷ് കൊരന്റെ ലാസ്റ്റ് പടവും പരാജയമായിരുന്നല്ലോ. അല്ല ഇത് രസമുണ്ട് സാധനം, കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് ടീച്ചർ വല്ല വർക്കായ സാധനം. അപ്പോൾ ഏതായാലും ഇനി ട്രെയിലറൊക്കെ വരട്ടെ. അപ്പോൾ നമുക്ക് ട്രെയിലറിന്റെ പരിപാടിയും പിടിക്കാം. അപ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ അല്ലേ? എന്താ മെയ് 1 റിവ്യൂ ഇടുന്ന അങ്ങനെ ഒരു ടോക്കെ എല്ലാവരും ഒരുമിച്ചുണ്ടെങ്കിൽ അല്ലേ? മെയ് 1 റിവ്യൂ ഇടുന്നതായിരിക്കും. അടിച്ചു വരിഞ്ഞ് 3 ചാനൽ റിയൽ ഇൻട്രോവേർട്ടഡ് ഫിലിം 3 ചാനലായി മാറുന്നത്. ഇൻട്രോവേർട്ടഡ്